ഖാജപ്പാപ്പാന്റെ ആണ്ടും കൂടെ നടക്കുന്ന ഒരു സമയമാണെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങളുടെയും ഫഖറുദ്ദീൻ തങ്ങളുടെയും ഖാജപ്പാപ്പാന്റെയും ആണ്ട്. അതല്ലേ ഇത് ഇവിടെ നടക്കുന്നത്? അല്ലാഹു അവരുടെയൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ. എല്ലാ രാത്രിയിലും ഇശ നിസ്കരിച്ചാൽ പിന്നെ തവാഫിന് വേണ്ടി ഇറങ്ങും. ആര്? ഖാജപ്പാപ്പ. അവരുടെ താരീഖ് എല്ലായിടത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ അടക്കം. അള്ളാഹുരൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ. ശൈഖുനാ ശംസുൽ ഉലമ അവരുടെ മർസിയത്ത് എഴുതിയിട്ടുണ്ട്, അവരുടെ മദ് എഴുതിയിട്ടുണ്ട്, അവരുടെ മനാഖിബ് എഴുതിയിട്ടുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ അടക്കം ഈ ഉമ്മത്ത് കണ്ട മഹാന്മാരിൽ ഒരാളായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. അള്ളാഹുരെ ദറജയേറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്. അപ്പൊ അതിനെല്ലാം ഉണ്ട് എന്ത്? ഇദാ സല്ലൽ ഇശാ അൽ ആഖിറ, ഇശ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫയൻസിലു ഇല തവാഫി ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. നമ്മള് ആ ജിയാദിന്റെ ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നമ്മളാ ബാബുസലാമിന്റെ ഗേറ്റിന്റെ അവിടെ കാണുന്ന അപ്പുറത്തുള്ള ഹോട്ടലിലോ അല്ലെങ്കിൽ ആ മറ്റേ ടവറിലോ അവിടെയൊക്കെ റൂം എടുത്ത് നമ്മള് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരു തവാഫിന് വേണ്ടിയിട്ട് നമ്മളാണ്ട് ഇറങ്ങണത് പോലെയാണ് ഇറങ്ങണത്. എവിടുന്നാ ഇറങ്ങണേ? അജ്മീർന്ന് 4000 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും അതിന്റെ ഇടയിൽ. എന്നിട്ട് തവാഫ് ചെയ്ത് റാഹത്തായിട്ട് സുബൈന്റെ മുമ്പ് തിരിച്ചു വരും നാട്ടിലേക്ക്. പതിവായി എല്ലാ രാവുകളിലും പതിവായി എല്ലാ രാത്രികളിലും കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു മഹാനായ ഖാജ.